ആനന്ദ നൃത്തം ആടിയിട്ടാണ് മെസ്സി ഈ ഒരു ടൂർണമെന്റിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇംബാപ്പൻ മെസ്സിക്ക് പിരാന്തായി പറഞ്ഞിട്ട് കാര്യമില്ല. മെസ്സിക്ക് പിരാന്താവും. മെസ്സി മറ്റേ ഡിഫെൻഡിങ് വേൾഡ് കപ്പ് ചാമ്പ്യൻ അടിച്ചത് പെനാൽറ്റിയാണ് പുറത്തേക്ക് അടിച്ചത്. എന്നിട്ടാണ് രണ്ടെണ്ണം അടിച്ചു കൊടുത്തത്. അത് അണ്ണാക്കിലടിച്ച പോലെയാണ്. ഇത് പിരാന്തായ ഓ താങ്ങാൻ പറ്റുമത്. ബാസില് 2 കളി അർജന്റീന എങ്ങനെയും തോൽക്കോന്ന് കാണാൻ വേണ്ടി ഇരിക്കും പറഞ്ഞു പോയി. അപ്പം അതായത് ഓല് തോൽക്കായിട്ട് ബാസിൽ ടെൻഷനായി. അതായത് പോർച്ചുഗൽ സമനിലായിട്ട് പോലും ബാസിൽ അത്ര സങ്കടമായിട്ടില്ല. പക്ഷെ അർജന്റീന ഇതാവുമ്പോ ആകെ പിരാന്താവാണ്. അത് കജിന്ന് പോയിക്കണ്. മെസ്സി തന്നെയാണ് ഗോൾ അടിച്ചത്. ഇതിന് മാറ്റം വരണം. ഇതാണോ ലോക ചാമ്പ്യന്മാർ? മെസ്സി മാത്രമേ ഉള്ളൂ നിങ്ങൾ ടീമിൽ ഗോൾ അടിക്കാൻ? എന്താ വേറെ ഗോൾ ഇടാത്തത്? അങ്ങനെയൊക്കെ പറയേണ്ടി വരും. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, ഒരു 2 പ്രൊഡക്റ്റ് നമുക്ക് സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് അഫീഫിനാണ് ആ പ്രൊഡക്റ്റ് കിട്ടിയത്. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്ത് പ്രൊഡക്റ്റ് സമ്മാനമായിട്ട് കിട്ടിയാലും അത് 4 പ്രൊഡക്റ്റ് എന്ത് പ്രൊഡക്റ്റ് സമ്മാനമായിട്ട് കിട്ടിയാലും അത് ഉപയോഗപ്പെടുത്താതെ അത് മാക്സിമം ഇങ്ങനെ എടുത്തച്ച് ഇങ്ങനെ പൊയ്ക്കലരി ആക്കാമെന്ന് ചിന്തിക്കണം ഒരേ ഒരു കുട്ടിയാണ് എന്റെ. അതറിയോ, നമ്മളൊരു എന്റെ പണ്ടത്തെ വ്ളോഗുകൾ ശ്രദ്ധിച്ചറിയാം. ഞാൻ ഗോപ്രോയിൽ സ്ഥിരമായി വ്ളോഗ് എടുത്തതാണ്. അതിൽ പിന്നെ സ്ഥിരമായി എന്ന് പറഞ്ഞാൽ എത്ര ദിവസം അടുപ്പിച്ചിട്ടു? ഓക്കെ. അപ്പൊ ഞാന് അങ്ങനത്തെ ഒരു എന്റെ രീതിയിൽ സ്ഥിരമായ വ്ളോഗുകൾ ഇടുന്നതായിരുന്നു. തനതായ ശൈലിയിൽ സ്ഥിരമായ വ്ളോഗുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളർന്നു വരുന്ന യൂട്യൂബർ ആയിരുന്നു ഞാൻ. അവിടെ എന്റെ വളർച്ചനെ താഴ്ത്താനും വേണ്ടി ഗോപ്രോ വെള്ളത്തിൽ മുങ്ങി. ആ വളർന്നു വരുന്ന വ്ളോഗറെ മൊത്തത്തിൽ അടിച്ച് താഴ്ത്താൻ വേണ്ടി ഈ ഒരു എളിയ വ്ളോഗറിന്റെ ഗോപ്രോ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതിൽ ആകെ ഉപ്പ് കയറി. ഗോപ്രോ ഹീറോ 811 ഹീറോ 12 ബ്ലാക്കോ അതോ വലിയ ഗണത്തിൽ ഏറ്റവും പുതിയ ഏറ്റവും നല്ല ഗോപ്രോ വെള്ളത്തിൽ മുക്കിയാൽ ഉപ്പ് വെള്ളം കയറ്റിയിട്ട് എന്ത് ചെയ്തു? ആ ഗോപ്രോ കല്ലെത്തായതോടെ ഈ എളിയവന്റെ യൂട്യൂബ് ചാനൽ ഇരുന്നു കുദാഹവ. അതിനുശേഷം കര കയറാൻ പറ്റിയിട്ടില്ല. അപ്പം ആശാനോട് കുറെ ആയിട്ട് പറയണ്ട ഓക്ലിന്റെ മെറ്റാ ഗ്ലാസ് വാങ്ങി തരുമോ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റാ ഗ്ലാസ് നമ്മുടെ ഉണ്ടായി പെരിയിൽ. ഒരു ദിവസം നമ്മൾ വന്ന് നോക്കുമ്പോൾ അതിന്റെ കാലൊടിഞ്ഞ് കിടക്കണം അല്ലേ? ആ ഒടിച്ചവനെ ആരാണത് ഒടിച്ചത്? അവന്റെ കയ്യിൽ കിട്ടിയാൽ അവന്റെ കയ്യും കാലും ഇങ്ങനെ ഒടിക്കാമായിരുന്നു. എന്റെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് അവൻ കളഞ്ഞത്. ആരാണ്? നല്ല ഓപ്പൺ ചാൻസുകളല്ലേ അവർ മിസ്സാക്കിയത്. മൂപ്പര് നിലമ്പൂരാരനാട്ടോ. എന്താ മൂപ്പര് പേര്? സജാദ്. അപ്പൊ നിലമ്പൂരുള്ള വ്യക്തിത്വമാണ് ഈ വോയിസിന്റെ പിന്നിലിട്ട്. അപ്പൊ നിലമ്പൂരാരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. വേൾഡ് കപ്പ് ട്രെൻഡ് ആക്കണതിന്റെ പിന്നിൽ ഫുള്ള് നിലമ്പൂരാരാണ് ഇറങ്ങി തിരിച്ചിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും 2 പ്രൊഡക്റ്റുകൾ എടുക്കൂ. ഈച്ചു എടി എന്ത് ഗെയിമുകളാണ് ഇത്? എന്നത്തെ പോലെ നബീൽ തോറ്റു. എത്ര കളി പൊട്ടി? നബീലെല്ലാം കളി പൊട്ടി. ഇന്നലെ രാത്രി എടാ നീ ഇവന്റെ എന്താ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞ പ്രാഞ്ചി നീ എന്റെ അപ്പന്റെ കൂടെ അങ്ങോട്ട് പഠിച്ചാലടാ. പിള്ളേരുടെ ജീവിതത്തിൽ വാളംപുളി വീഞ്ഞ പോലെ നടക്കണത്. അപ്പൊ നബീൽ എപ്പോഴും കുട്ടികളെ 4 ചെറിയ കുട്ടികളെ കിട്ടിയാലേ 4 LKG കുട്ടികൾ വന്നാൽ അപ്പൊ തന്നെ നബീൽ വെല്ലുവിളിക്കും. മിനിമിലിട്ട് കളിക്കാനുണ്ടായി വാടാ. എന്നിട്ട് ഓലോട് തോൽക്കും ചെയ്യും. എന്നിട്ട് തോറ്റിട്ട് ഇങ്ങനെ ഹലോ ഫിർമിഗോ ഓ ഡോഗിനെ കുളിപ്പിക്കാനുണ്ടോ? അയ്യോ ഇത് വരുന്നു. ആർക്ക് അപ്പൊ എനിക്ക് നമ്മളെ ഓഡിയൻസിനോട് പറയാനുള്ളത്, നമ്മളിപ്പോ വ്ളോഗിന്റെ ഇടയിൽ കുറച്ച് ദിവസമായിട്ട് ഫിർമിഗോ ഇല്ലാന്ന് വിചാരിച്ച് ഫിർമിഗോന്റെ ബിസിനസ്സുകൾ അവസാനിക്കുന്നില്ല. ഇല്ല, അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് സീസൺ ചെന്നപ്പോൾ എന്താണ് ഫിർമിഗോയിൽ സംഭവിച്ചത്? ഇവിടേക്ക് നിൽക്ക്, എന്റെ മൂട്ടുക്കല്ല മറ്റേ സ്കൂൾ കലോത്സവത്തിന് സംഘഗാനത്തിൽ പാടാൻ പറഞ്ഞ ബാക്ക് വെക്കണ പോലെ